ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. മാക്സിമം ഞാൻ അതിനകത്ത് പറ്റുന്ന പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6:15 കൂടെ എനിക്കുള്ളൂ. രാവിലെ തന്നെ ഒരു കട്ടൻ ചായ വെക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. ചിലപ്പോൾ അമ്മ രാവിലെ എന്നേലും മുന്നേ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അരി അടുപ്പത്തൊക്കെ ഇട്ടിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ശേഷം ഞാനിപ്പോൾ റെഡി ആയിട്ട് പോകുന്നത് ആമിക്ക് വെക്കേഷൻ ക്ലാസ് ഉണ്ട്. രാവിലെ 7:15 പോകണം. എന്നിട്ട് 10 മണിയാകുമ്പോൾ തിരിച്ച് അവളെ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവന്നാക്കി പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണിത്. കൊഴുവ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസ് വിടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അത് നന്നാക്കലായിരുന്നു പണി. അപ്പം ഞാൻ അതൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം കൊഴുവ ഓൾറെഡി ഇന്നലെ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറിയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു കൊഴുവത്തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് മുൻപായിട്ട് രാവിലെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആ പണികളും നടക്കുന്നുണ്ട്. അങ്ങനെ കടല കാച്ചി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കുറച്ച് നാളുകളായിട്ട് ചൂട് പ്രമാണിച്ച് അംഗനവാടികളൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് തുറന്ന കാരണം കൊണ്ട് ഞാൻ പോവില്ല എന്നുള്ള വാശിയിൽ അവിടെ കമിഴ്ന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ സീരിയലിലെ നടിമാരുടെ പോലെ ഈ ആടയാഭരണങ്ങളും കിട്ടി തേങ്ങ ചുരുങ്ങുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും 9:45 സ്കൂളിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ പിന്നെ വേഷം മാറേണ്ട മടിക്ക് ഞാൻ അത് തന്നെ ഇട്ടിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ചെറിയ ഞാൻ കൊഴുവത്തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം ഇളക്കി ഉടക്കരുത്. പിന്നെ ഇവിടെ ഒരു വിധത്തിൽ പറഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. മുടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം, അടുക്കളയിൽ വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ സെറ്റിങ് പോയിരുന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പോണ്ട അമ്മ ഇന്ന് പോകണ്ട, നാളെ പോകണ്ട, മറ്റന്നാൾ പോകണ്ട, എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ LKG വിടാനുള്ളതാണ്, എന്താവും എന്തോ എനിക്ക് മാത്രം അറിയാൻ പാടില്ല എങ്ങനെ വിടണമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. ഈ വണ്ടി സ്റ്റാർട്ടാക്കി പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അംഗനവാടിയിലാക്കാനാണ്. 3 വീടപ്പുറമാണ് അംഗനവാടി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അവളാക്കിയതിന് ശേഷം ആ വഴി ഞാൻ നേരെ ആമിയുടെ സ്കൂളിലോട്ട് പോവാണ്. അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവളെയും പിക്ക് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ നന്നായി കിടന്ന് ഉറങ്ങി. അതിന് ശേഷം ഒരു 3 മണിയായപ്പോൾ അവളെ പോയി കൊണ്ടുവന്നു. എന്നിട്ട് ചായ വെച്ചു. ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വന്നിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു മഴക്കാർ ആ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു മൊത്തത്തിലൊരു മഞ്ഞ പ്രകാശമായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ വരുമ്പോൾ ആ മഞ്ഞപ്പൊന്നും കാണാനില്ല. എങ്ങോട്ടാണ് പോയെന്നറിയില്ല. പക്ഷെ നല്ലൊരു യെല്ലോ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളൊരു 6:30 കഴിയുമ്പോൾ ഇവിടെ പ്രാർത്ഥനയൊക്കെ എത്തിക്കാനായിട്ട് നമ്മൾ റെഡിയായി. ആ വാച്ച് വരാൻ ഞാൻ മറന്നു പോയതാണ്. അതിനുശേഷം ഞങ്ങൾ പ്രയറൊക്കെ ചൊല്ലി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ ഇന്നത്തെ. താങ്ക് യു.